ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ്ഗാഹുകളിലും പള്ളികളിലും നമസ്കാരം നടന്നു. നിരവധി വിശ്വാസികളാണ് നമസ്കാരത്തിൽ പങ്കെടുത്തത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞും വ്രതമെടുത്തും പ്രാർത്ഥനകളിൽ മുഴുകിയും ആത്മസംതൃപ്തിയോടുകൂടിയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പുതുവസ്ത്രം ധരിച്ച് കുടുംബത്തോടൊപ്പം വിശ്വാസികൾ മസ്ജിദുകളിലെത്തി. സാഹോദര്യം, കാരുണ്യം, ദാനധർമ്മം എന്നിവയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന സന്ദേശങ്ങളും നൽകി. പെരുമ്പാവൂർ നത്തേക്കാട്ട് ആർക്കേഡിൽ നടന്ന നമസ്കാര ചടങ്ങിന് ഇമാം അഫ്സൽ കൊച്ചി നേതൃത്വം നൽകി. പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ വന്നിട്ടുള്ള എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്നത് ആർഭാടത്തിനല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഹിദായത്ത്, സന്മാർഗം, അതിനോടുള്ള നന്ദി കാണിക്കലാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയത് വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. റമദാൻ പൂർത്തിയാക്കുന്നതിനു വേണ്ടി, എണ്ണം പൂർത്തീകരിക്കുന്നതിനും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനും അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ ആ ലോകത്തിൻ്റെ സൃഷ്ടാവിനോട് നന്ദി സൂചകമായിക്കൊണ്ടാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആദ്യമേ ഈ 29 ദിവസവും നോമ്പനുഷ്ഠിക്കുവാനും മറ്റ് ഇതര ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനും അല്ലാഹു തആല നമുക്ക് അവസരം നൽകി, അതിന് തൗഫീഖ് നൽകി. ആദ്യമേ ആ റബ്ബിനെ സ്തുതിക്കേണ്ടതുണ്ട്. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ തൗഫീഖ് അതൊന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഏതെന്ത് സമയത്തും അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ആ സഹാബത്ത് എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം ചെലവഴിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ മനസ്സിൽ ഭയപ്പാടായിരുന്നു. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തൻ്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു മടങ്ങേണ്ടവരാണ് എന്ന ബോധം, ആ ബോധത്തിൻ്റെ കാരണത്താൽ അവർ എന്തൊന്നു നൽകുന്നുവോ, ഏതൊരു അമലുകൾ പ്രവർത്തിക്കുന്നുവോ, ആ പ്രവർത്തിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സ് വജിലയായിരിക്കുമെന്നാണ്, പിടക്കുന്ന മനസ്സായിരിക്കുമെന്നാണ്. ഇതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി, അല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ. ഈ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ആ പിടപ്പ്, ഒരു ഭയപ്പാട് എന്താണെന്ന് ആയിഷ നിനക്കറിയുമോ? അവർ നമസ്കരിക്കുന്നവരായിരുന്നു, അവർ നോമ്പെടുക്കുന്നവരായിരുന്നു, അവർ സ്വതക്കകളെല്ലാം നിർവഹിക്കുന്നവരായിരുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ വലാകിന്നഹും, അവർ ഈ നമസ്കാരം, നോമ്പും സദഖയും എല്ലാം നിർവഹിക്കുമ്പോഴും വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ഇത്രയും നാൾ നിർവഹിച്ച നോമ്പുകളും അതുപോലെ തന്നെ ഖിയാം റമളാനുകളും സദഖാത്തുകളും സകാത്തുകളും മറ്റ് ഇതര അമൽ സ്വാലിഹാത്തുകളുമെല്ലാം തൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ഭയം, അതായിരുന്നു അവരെ നടുക്കിയിരുന്നത് എന്നാണ്. സലീം ഫാറൂഖി, UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ എന്നിവരും പങ്കെടുത്തു. ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസ നേരുകയാണ്. പരസ്പരം പങ്കുവെക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും
മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു പുനരുജ്ജീവനത്തിൻ്റെയും എല്ലാം ഭാഗമായി കഠിനമായിട്ടുള്ള നോമ്പ് അനുഷ്ഠിച്ചിട്ടാണ് ഈ തിരുനാളിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരസ്പരമുള്ള ഐക്യത്തിനും സഹോദരത്തിനും വേണ്ടി എല്ലാവരും നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളൊടുവിൽ ഈ ചെറിയ പെരുന്നാളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർണ്ണമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.